ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 2025 അക്ഷരമുറ്റം ക്വിസിൻ്റെ സബ് ജില്ലാ തലത്തിലും അതേപോലെ ജില്ലാ തലത്തിലും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. നമുക്ക് ഉടൻ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അക്ഷരമുറ്റം ക്വിസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലെ പത്രവാർത്തയും അതുപോലെ തന്നെ ജനറൽ നോളജുമാണ്. അപ്പോൾ ഈ ടോപ്പിക്കുകളിൽ നിന്നുള്ള ചോദ്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട ശേഷം ഈ വീഡിയോയിൽ പറയുന്ന ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാമെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോസ് സ്ഥിരമായി കാണുന്നവർക്കറിയാം, നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെയും അവസാനം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകുന്നതാണ്. ഈ ഒരു ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം ആരൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നുവോ അതിൽ കുറച്ച് പേരെ സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരവും അതുപോലെ തന്നെ അത് കമൻറ്റ് ചെയ്തതിൽ നിന്ന് വിന്നേഴ്സായി സെലക്ട് ചെയ്യപ്പെട്ടതും ആരൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: റെയിൽവേയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഏകോപിച്ച് പുറത്തിറക്കിയ ആപ്പിൻ്റെ പേരെന്താണ്? ഇതിൻ്റെ ശരിയായ ഉത്തരം റെയിൽ വൺ എന്ന ആപ്പാണ്. ഇനി ആരൊക്കെയാണ് സെലക്ട് ചെയ്യപ്പെട്ട വിന്നേഴ്സ് എന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സായി സെലക്ട് ചെയ്യപ്പെട്ടവർ നബാൻ, ആരാധ്യ AK, നിവേദ്യ, ആയിഷ, റൗമിയ, ഹിബ ഫാത്തിമ, അഭിനന്ദ് PS, ഫാത്തിമ ഐറ, റജ ഫഹ്മി, ആർഷ, അദിൻ സഞ്ജയ്, ഹൃദ്യ PR, മുസ്കാൻ, നക്ഷത്ര MM, നന്മയ MM, ദേവശ്രീരൂപ്, ദേവി കൃഷ്ണ, വിഘ്നേഷ് എന്നിവരാണ്. ഇതേപോലെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്ക് വേണ്ടി ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കിനി ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: 2025 ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയം, അതായത് ലോക ഭൗമദിനം എന്നാൽ വേൾഡ് എർത്ത് ഡേ ആണ്. അപ്പോൾ 2025 വേൾഡ് എർത്ത് ഡേയുടെ പ്രമേയം അവർ പവർ അവർ പ്ലാനറ്റ് എന്നാണ് ലോക ഭൗമദിനം അഥവാ വേൾഡ് എർത്ത് ഡേ എന്ന് കൂടി ഓർത്തിരിക്കുക. ഏപ്രിൽ 22 ലോക ഭൗമദിനം. വീഡിയോയിലെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: 2024-25 സന്തോഷ് ട്രോഫി കിരീടം നേടിയത് ആരാണ്? സന്തോഷ് ട്രോഫി കിരീടം നേടിയത് പശ്ചിമ ബംഗാളാണ് അഥവാ വെസ്റ്റ് ബംഗാൾ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കിരീടം നേടിയതും അവർ തന്നെയാണ്. ഇതുവരെ 33 കിരീടങ്ങളാണ് സന്തോഷ് ട്രോഫിയിൽ വെസ്റ്റ് ബംഗാൾ നേടിയിരിക്കുന്നത്. ഉത്തരം പശ്ചിമ ബംഗാൾ. വീഡിയോയിലെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച വനിത ആരാണ്? ഉത്തരം നിർമ്മല സീതാരാമൻ. അതായത് സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ച വനിതയാണ് നിർമ്മല സീതാരാമൻ. എത്ര തവണയാണ് എന്നുകൂടി ഓർത്ത് വെക്കുക. 8 തവണയാണ് നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചത്. ഉത്തരം നിർമ്മല സീതാരാമൻ. നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ലോക അവയവദാന ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? ഉത്തരം ആഗസ്റ്റ് 13. അതായത് ലോക അവയവദാന ദിനമായി ആചരിക്കുന്ന ദിവസം ആഗസ്റ്റ് 13 ഉത്തരം ആഗസ്റ്റ് 13. നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ISROയുമായി ചേർന്ന് സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഉത്തരം ആസാം. അതായത് ISROയുമായി ചേർന്ന് സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ആസാം. അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ആസാമാണ്. നമുക്ക് ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇൻ്റർനെറ്റ്, ഡിജിറ്റൽ സേവനങ്ങൾ എന്നിവ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമുള്ള അവകാശത്തിൻ്റെ ഭാഗമാണെന്നാണ് സുപ്രീം കോടതി വിധിച്ചത്? അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇൻ്റർനെറ്റ് അതുപോലെ തന്നെ ഡിജിറ്റൽ സേവനങ്ങൾ എന്നിവ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമുള്ള അവകാശത്തിൻ്റെ ഭാഗമാണ് എന്നാണ്.
ഉത്തരം ആർട്ടിക്കിൾ 21, അതായത് ഇൻ്റർനെറ്റ്, ഡിജിറ്റൽ സേവനങ്ങൾ തുടങ്ങിയവ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 പ്രകാരമുള്ള അവകാശത്തിൻ്റെ ഭാഗമാണ് എന്നാണ് സുപ്രീം കോടതി വിധിച്ചത്. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ആർട്ടിക്കിൾ 21 ആണ്. വീഡിയോയിലെ 7ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ മഴ മ്യൂസിയം സ്ഥാപിതമായത് എവിടെയാണ്? ഉത്തരം മേഘാലയയിലെ മൗസിൻഡ്രം എന്ന് പറയുന്ന സ്ഥലമാണ്. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ മഴ മ്യൂസിയം സ്ഥാപിതമായത് മേഘാലയയിലെ മൗസിൻഡ്രം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഉത്തരം മേഘാലയയിലെ മൗസിൻഡ്രം. വീഡിയോയിലെ 8ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 2025 ഇൻ്റർനാഷണൽ ബുക്കർ സമ്മാനം നേടിയ ബാനു മുഷ്താഖ് ഏത് ഭാഷയിലെ എഴുത്തുകാരിയാണ്? ഉത്തരം കന്നഡ ഭാഷ. അതായത് 2025 ഇൻ്റർനാഷണൽ ബുക്കർ സമ്മാനം നേടിയ ബാനു മുഷ്താഖ് കന്നഡ ഭാഷയിലെ എഴുത്തുകാരിയാണ്. ഇതേ ചോദ്യത്തിൽ തന്നെ മറ്റൊരു ചോദ്യം കൂടി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. 2025 ഇൻ്റർനാഷണൽ ബുക്കർ സമ്മാനം നേടിയ ആൾ ആരാണ്, അഥവാ എഴുത്തുകാരി ആരാണ്? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ബാനു മുഷ്താഖ് എന്നാണ് വരിക. അപ്പോൾ ബുക്കർ സമ്മാനം നേടിയ ആളുടെ പേരും അവർ കന്നഡ എന്ന ഭാഷയിലെ എഴുത്തുകാരിയാണ് എന്നുകൂടി ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 2025 വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ വേദി എവിടെയാണ്? ഉത്തരം ഇന്ത്യ. അതായത് 2025 വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ വേദി നമ്മുടെ ഇന്ത്യയാണ്. അതായത് ഉത്തരം ഇന്ത്യ. നമുക്ക് വീഡിയോയിലെ 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: ഏത് സസ്യത്തിൻ്റെ ശാസ്ത്രനാമമാണ് കാസിയ ഫിസ്റ്റുല? അതായത് കാസിയ ഫിസ്റ്റുല എന്ന ശാസ്ത്രനാമമുള്ള സസ്യത്തിൻ്റെ പേരെന്താണ്? ഉത്തരം കണിക്കൊന്ന. അതായത് കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം അഥവാ സയൻറ്റിഫിക് നെയിമാണ് കാസിയ ഫിസ്റ്റുല എന്നത്. ഈ ഒരു ചോദ്യം പ്രധാനപ്പെട്ടതാവാനുള്ള കാരണം നമ്മുടെ കേരളത്തിൻ്റെ സ്റ്റേറ്റ് ഫ്ലവർ അഥവാ നമ്മുടെ കേരളത്തിൻ്റെ പുഷ്പം എന്നറിയപ്പെടുന്നത് കണിക്കൊന്നയാണ്. കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമമാണ് കാസിയ ഫിസ്റ്റുല. വീഡിയോയിലെ 11ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? ഉത്തരം ശ്രീജിത്ത് മൂത്തേടം. അതായത് ശ്രീജിത്ത് മൂത്തേടം എന്ന് പറയുന്ന വ്യക്തിയാണ് 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം നേടിയത്. അപ്പോൾ ആ കൃതിയുടെ പേര് കൂടി ഓർത്തു വയ്ക്കുക. പെൻഗ്വിനുകളുടെ വൻകരയിൽ എന്നാണ് ആ ഒരു കൃതിയുടെ പേര്. അതൊരു നോവലാണ് എന്നുകൂടി ഓർത്തു വയ്ക്കുക. വീഡിയോയിലെ 12ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത് ആരാണ്? ആ കൃതിയുടെ പേര് കൂടി പറയുക. രണ്ടായിരത്തി 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത് അഖിൽ പി ധർമ്മജനാണ്. അദ്ദേഹത്തിൻ്റെ നോവലായ റാം കെയർ ഓഫ് ആനന്ദിക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. ഉത്തരം അഖിൽ പി ധർമ്മജൻ. നോവലിൻ്റെ പേര് റാം കെയർ ഓഫ് ആനന്ദി. വീഡിയോയിലെ 13ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മണ്ണിലെ നൈട്രജൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ചെടികളുടെ വേരുകളിലുള്ള ബാക്ടീരിയ ഏതാണ്? അതായത് ആ ബാക്ടീരിയയുടെ പേര് പറയുക. ഒരു ജനറൽ നോളജ് ചോദ്യമാണിത്. അതായത് മണ്ണിലെ നൈട്രജൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ചെടികളുടെ വേരുകളിലുള്ള ബാക്ടീരിയ ഏതാണ്? ഉത്തരം റൈസോബിയം. അതായത് ആ ബാക്ടീരിയയുടെ പേരാണ് റൈസോബിയം. വീഡിയോയിലെ 14ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിൽ ആദ്യമായി വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ സംവിധാനം ഏർപ്പെടുത്തുന്ന കമ്പനി ഏതാണ്?
ഉത്തരം എയർ ഇന്ത്യ. അതായത് ആ കമ്പനിയുടെ പേരാണ് എയർ ഇന്ത്യ. അതായത് ഇന്ത്യയിൽ ആദ്യമായി വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ സംവിധാനം ഏർപ്പെടുത്തുന്ന കമ്പനിയുടെ പേരാണ് എയർ ഇന്ത്യ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസ് വീഡിയോസിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. ഈ PDF ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും റിവൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ PDF വേണ്ടവർ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. വീഡിയോയിലെ 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ പൂവ് ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ പൂവ് ഏതാണ്? നിങ്ങളെല്ലാവരും പണ്ട് തൊട്ടേ GK ബുക്കുകളിലൊക്കെ പഠിക്കുന്ന ചോദ്യമായിരിക്കും ഇത്. ലോകത്തിലെ ഏറ്റവും വലിയ പൂവ് അഥവാ ലാർജസ്റ്റ് ഫ്ലവർ ഇൻ ദ വേൾഡ് എന്നറിയപ്പെടുന്നത് റഫ്ലേഷ്യയാണ്. ഉത്തരം റഫ്ലേഷ്യ. ഇനി നിങ്ങളെല്ലാവരും കാത്തിരുന്ന ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതാണ്: കേരളത്തിൻ്റെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ആരാണ്? കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള ചോദ്യമാണ്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ആരാണ്? ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. അക്ഷരമുറ്റവുമായി ബന്ധപ്പെട്ട അടുത്ത വീഡിയോയിലായിരിക്കും ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവും അതുപോലെ തന്നെ വിന്നേഴ്സിനെയും പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.